ഹലോ ഗൈസ്, ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ തന്നെ ഇടിയപ്പം അതുപോലെ ഗ്രീൻ പീസ് കറിയൊക്കെയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇതേ കെറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഒഴിച്ചങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ പോയി ഫുഡൊക്കെ കഴിക്കാമല്ലോ എന്ന് കരുതി. അങ്ങനെ ഏകദേശം പണിയൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ അതേ ഫ്രിഡ്ജിൽ നിന്ന് ഇറച്ചിയൊക്കെ എടുത്തിട്ട് പുറത്തോട്ടൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. കല്ല് പോലെയല്ലേ ഇരിക്കണേ, അതൊക്കെ ഒന്ന് റെഡി ആവട്ടെ എന്ന് കരുതിയിട്ട്. പിന്നെ ഞാൻ എൻ്റെ ഫുഡൊക്കെ വിളമ്പി ഓൾറെഡി എടുത്ത് വെച്ചായിരുന്നല്ലോ, അതൊക്കെ എടുത്തുകൊണ്ട് ഇതിങ്ങനെ പോണേ കാണുന്നത് നേരെ ഹാളിലേക്കാണ്. ഇനി അവിടെ കുറേ നേരം കുത്തിയിരുന്നായിരിക്കും കഴിക്കുന്നത്, ഫോൺ കൊണ്ടിട്ട കയ്യിൽ. പിന്നെ ഉപ്പുമുളകൊക്കെ പ്ലേ ചെയ്ത് പിന്നെ അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കും. ഞാൻ തനിയെ കഴിക്കുന്ന സമയങ്ങളിലാണ് ഇങ്ങനെയൊക്കെ. എനിക്ക് ഇങ്ങനെ ടി വി ഒക്കെ തന്നെ ഇരുന്ന് കാണുന്നതിനോട് യാതൊരു താല്പര്യമില്ല. ഈ സാരിയിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമായിട്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഫോണിലൊക്കെ തോണ്ടിയിരുന്ന് പിന്നെ ക്ലീനിങ് പരിപാടിയിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. റൂമൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടു. പിന്നെ ദേ അടിച്ചൊക്കെ ഒന്ന് വാരി റെഡിയാക്കിയിട്ടു കേട്ടോ. മഴ നല്ല തകൃതിയായിട്ട് പെയ്യുന്നുണ്ട്. സോയി അതൊക്കെ കണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വന്നതുപോലും അറിഞ്ഞില്ല കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ അവൾ വിളി കേട്ടത്. വാഷ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങനെ മെഷീനിലിട്ടു. പിന്നെ ഉച്ചക്കത്തെ പരിപാടിയിലോട്ട് പയ്യെ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നൊരു ബിരിയാണിയൊക്കെ ഇങ്ങനെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ റൈസൊക്കെ റെഡിയാക്കി, ഗ്രേവിയൊക്കെ അതേ നന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ സവാളയും കുറച്ച് കാഷ്യൂ നട്ട്സൊക്കെ ഫ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ബീഫ് ഡ്രൈ ഫ്രൈ ചെയ്തു. പിന്നെ അച്ചാറും കച്ചമ്പറൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഓണ് കുശാലാണല്ലോ. അങ്ങനെ ബിരിയാണിയൊക്കെ ദം ചെയ്ത് അങ്ങനെ എടുത്ത് വെച്ചേക്കുകയാണ്. ഇനിയിപ്പോൾ കഴിക്കാൻ നേരത്തെ നമുക്ക് തുറക്കാം. എന്നാൽ പിന്നെ ബിരിയാണി കഴിച്ചിട്ട് ബാക്കി കാര്യം. അങ്ങനെ ദേ അടിപൊളിയായിട്ട് ബിരിയാണിയൊക്കെ വന്നിട്ടുണ്ട്. സൺഡേ ദിവസങ്ങളിലായിരുന്നു സാധാരണ ബിരിയാണി ഉണ്ടാക്കൽ. സത്യം പറഞ്ഞാലേ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി അങ്ങോട്ട് തീർന്നു. പെട്ടെന്ന് തന്നെ ഉച്ചയ്ക്കത്തെ ഒരു പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നലുണ്ട്. പിന്നെ പെരുന്നാൾക്ക് കിട്ടിയേക്കണ ബീഫൊക്കെ ഇങ്ങനെ ഇരിക്കുകയല്ലേ, അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ഓരോ പരീക്ഷണങ്ങൾ ചെയ്തില്ലെങ്കിലും മോശമല്ലേ. അപ്പോൾ നമ്മളങ്ങനെ ടി വി ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഫുഡൊക്കെ നല്ലപോലെ അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വാഷ് ചെയ്യാനുള്ള തുണികളൊക്കെ എടുത്തു. പിന്നെ അതേ കുറച്ച് 2-3 ചവിട്ടികളൊക്കെ ഉണ്ടായിരുന്നു അലക്കാൻ. അതൊക്കെ എല്ലാം കൂടെ എടുത്ത് നേരെ ടെറസിൻ്റെ മണ്ടയിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി അതെല്ലാം ഇങ്ങനെ വരിവരിയായിട്ട് അങ്ങോട്ട് വിരിച്ചിടാം. ടെറസിൻ്റെ മണ്ടേ വന്നു കഴിഞ്ഞാൽ 1-2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നില്ല, എനിക്കൊരു സമാധാനം ഇല്ല കേട്ടോ. അങ്ങനെ ടെറസിൻ്റെ മണ്ടേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് അങ്ങോട്ട് ആസ്വദിച്ച് അങ്ങോട്ട് നടക്കൂട്ടോ കുറേ സമയം. അപ്പോൾ പിന്നെ ബൈ, നാളെ കാണാം.